കഞ്ഞി കുടിക്കാൻ വേറെ വക കിട്ടിയാൽ ഇനിയുള്ള 4 പശുക്കളെ കൂടി വിറ്റ് ഞാൻ വേറെ പണി നോക്കും. ഇടുക്കി നരകഗാനത്തെ ബോബി ജോസിന്റെ വാക്കുകളോടെയാണ് കേരളത്തിലെ ക്ഷീരകർഷകരുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചുള്ള ക്ഷീണിക്കുന്ന ക്ഷീരജീവിതം പരമ്പര ദീപിക തുടങ്ങിയത്. ഇന്നലെ അത് അവസാനിച്ചു. പക്ഷേ സർക്കാർ മനസ്സ് വെച്ചല്ലാതെ ആ കർഷകരുടെ യാതനകൾ അവസാനിക്കില്ല. ഒന്നോർത്താൽ ചെലവിനും അധ്വാനത്തിനും അനുസരിച്ച് പ്രതിഫലം കിട്ടാത്ത ആ മനുഷ്യരുടെ കണ്ണീരല്ലേ ഓരോ പ്രഭാതത്തിലും അധികാരികളും അധികൃതരും ഉൾപ്പെടെ നാം എല്ലാം ഊതി കുടിക്കുന്നത്. 3 വർഷത്തെ പരിപാലനത്തിന് മാത്രം 80,000 രൂപ ചെലവായ പശുവിനെ രോഗം ബാധിച്ച് പാൽ കുറഞ്ഞതോടെ 23,000 രൂപയ്ക്ക് വിൽക്കേണ്ടി വന്ന ബോബിയുടെ വാക്കുകളാണ് മുകളിൽ പറഞ്ഞത്. കഞ്ഞി കുടിച്ചു പോകാവുന്ന ചെറിയ വരുമാനവും കാലികളോടുള്ള ഇഷ്ടവുമാണ് ഈ രംഗത്ത് ബോബിയെ പോലെ ആയിരങ്ങളെ പിടിച്ചു നിർത്തുന്നത്. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയില്ലേ? കാലികൾക്ക് രോഗം ബാധിച്ചാൽ വർഷങ്ങളുടെ അധ്വാനം ഉരുൾപൊട്ടൽ എന്ന പോലെ കൺമുന്നിലൂടെ ഒലിച്ചു പോകും. രോഗമൊന്നുമില്ലെങ്കിലും കാര്യങ്ങൾ അത്ര പന്തിയല്ല. കടകളിൽ വിവിധ ബ്രാൻഡുകളിലുള്ള പാലിന് 56 മുതൽ 67 അതിനു മുകളിലും വിലയുണ്ട്. പക്ഷെ പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ പാൽ വിൽക്കുന്ന കർഷകന് കിട്ടുന്നത് 38 മുതൽ 40 രൂപയാണ്. തങ്ങൾക്ക് 60 മുതൽ 65 രൂപ വരെ ചെലവുണ്ടെന്നാണ് ചെറുകിട കർഷകർ പറയുന്നത്. കേരള ക്ഷീരവിപണന ഫെഡറേഷന്റെ 2019 കണക്ക് വെച്ച് പോലും 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ 48.68 രൂപ ചെലവുണ്ട്. നഷ്ടം 15.1 രൂപ. ഇത് കണക്കാക്കിയതിനു ശേഷമുള്ള 6 വർഷത്തിനിടെ പുല്ലിനും കാലിത്തീറ്റയ്ക്കുമൊക്കെ വില വർദ്ധിച്ചു. കാലിത്തീറ്റയ്ക്ക് മാത്രം 10 രൂപയോളം വർദ്ധിച്ചു. പുല്ല്, വൈക്കോൽ, കൃത്രിമ ബീജസങ്കലനം, മരുന്ന്, ഡോക്ടർക്കുള്ള ഫീസ് എല്ലാത്തിനും ചെലവേറി. അതിരാവിലെ നാട്ടിൻപുറത്തെ പാൽ സംഭരണ കേന്ദ്രങ്ങളിൽ പാലുമായി എത്തുന്ന കർഷകരെ നോക്കൂ. കാലി വളർത്തൽ അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടുന്നവരെ ഒഴിവാക്കിയാൽ ജീവിക്കാൻ മറ്റു വരുമാനമുള്ള ഒരാളും അക്കൂട്ടത്തിലുണ്ടാകില്ല. അത്രയധികം കാലികളില്ലെങ്കിൽ ക്ഷീരകർഷകർ ജോലിക്കാരെ വെക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. പുലർച്ചെ 3:30 എഴുന്നേൽക്കുന്നവർക്ക് പാതിരാവോളം തൊഴുത്തിൽ നിന്നും പറമ്പിൽ നിന്നും കയറാൻ സമയമുണ്ടാകില്ല. ചാണകവും മൂത്രവും ഒക്കെ വളമായി എടുക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നതിന്റെ വരുമാനമാണ് ലാഭമില്ലെങ്കിലും ഇതിൽ തന്നെ തുടരാൻ പലരെയും പ്രേരിപ്പിക്കുന്നത്. ഈ രംഗത്തേക്ക് ആവേശപൂർവ്വം എത്തിയ യുവാക്കളുടെ പ്രതിനിധിയാണ് പത്തനംതിട്ട കുറ്റൂരിലുള്ള അഭിജിത്ത് എന്ന ബിരുദധാരി. 22 പശുക്കളെ വരെ വളർത്തി രാപ്പകൽ അധ്വാനിച്ച അയാൾ ഈ തൊഴിലിൽ തന്നെ തുടരാൻ 7 വർഷം ശ്രമിച്ചു. ഒടുവിൽ ഒരു രീതിയിലും മുന്നോട്ട് പോകാനാകാതെ തൊഴുത്തു പൂട്ടിയപ്പോഴേക്കും ബാധ്യത 9 ലക്ഷം. അത് തീർക്കാൻ വേറെ പണിക്ക് പോകേണ്ടി വന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ ഇക്കൊല്ലം പൂർത്തിയാക്കിയ ലൈവ് സ്റ്റോക്ക് കണക്കനുസരിച്ച് 2019 അപേക്ഷിച്ച് കാലികളുടെ എണ്ണം 32.15% കുറഞ്ഞു. കാർഷിക മേഖലയായ ഇടുക്കിയിൽ ഈ കുറവ് 42.5%. അതിനർത്ഥം ഈ പണി ഉപേക്ഷിക്കുന്ന കർഷകരുടെ എണ്ണം വർദ്ധിച്ചു എന്നാണ്. വിവിധ പദ്ധതികളും സബ്സിഡികളും ഒക്കെ നൽകുന്നുണ്ടെന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷെ അതൊന്നും ഫലം കണ്ടിട്ടില്ലെന്ന് സർക്കാരിന് മനസ്സിലായിട്ടില്ല. കർഷകരിൽ വലിയൊരു പങ്ക് പറയുന്നത് സബ്സിഡിയല്ല, പാലിന്റെ ഉൽപാദന ചെലവിന് ആനുപാതികമായുള്ള വില കിട്ടിയാൽ മതിയെന്നാണ്. ക്ഷീരവികസന വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ഇടവും വലവും നിന്നിട്ടും കർഷകർക്ക് അധോഗതിയാണ്. അകിടുവീക്കം വന്ന കാലികളെ പോലെയാണ് സർക്കാരിന്റെ ക്ഷീരവികസന പദ്ധതികൾ. കർഷകർക്ക് കറന്നെടുക്കാൻ കാര്യമായി ഒന്നുമില്ല. നഷ്ടത്തിലായ മറ്റെല്ലാ കൃഷിക്കുമൊപ്പം തൊഴുത്തിൽ തളയ്ക്കപ്പെട്ട കുറച്ച് ഇരുകാലികൾ കൂടിയേ ബാക്കിയുള്ളൂ. അവരുടെ നന്മ കേരളം കണി കണ്ടുണരുമ്പോൾ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് സ്വപ്നം കണ്ട് ഉറങ്ങാതിരിക്കുകയാണ് ആ ക്ഷീര കർഷകർ. എല്ലാം ശരിയാകുമായിരിക്കാം.